ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? മുൻ മിസ് കേരളയും മുൻ മിസ് കേരള റണ്ണറപ്പും മരിച്ചു. മിസ് കേരളയായിരുന്ന ആൻസി കബീർ, റണ്ണറപ്പായിരുന്ന അഞ്ജന ഷാജൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. സിദ്ധാർത്ഥ് പ്രഭു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നത്. രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് തുറന്നു പറഞ്ഞത്. ഇപ്പം നമ്മുടെ ജിഷൻ, ബിഗ് ബോസ് താരം നമ്മുടെ ജിഷൻ ഇപ്പം രംഗത്ത് വന്നിട്ട് ഈ പറയുന്ന സിദ്ധാർത്ഥിന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളായിട്ട് ജിഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അവന് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയുന്നുണ്ട്, ആൾക്കാരെ എങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നതെന്നും പിന്നെ ആ ഒരു കുടുംബത്തിൽ ഇവർ ഇച്ചിരി ഭേദമാണെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന കുടിയും ഈ സിഗരറ്റും മാത്രമുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂഷ്വൽ സൈക്കോ അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങളൊന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്തേര്. അദ്ദേഹം ഒരു വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവനെ 2 ദിവസം മുമ്പ് ഈ പറയുന്ന യൂഷ്വൽ സൈക്കോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്റെ വണ്ടി ഒരു കോലം കെട്ട ഒരു വണ്ടി എന്നാവും പറയുന്നത്. ഇതുപോലെ തന്നെ അടിച്ച് കിറങ്ങി ബൂസായിട്ട് ആ സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കൂടെ. യൂഷ്വൽ സൈക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തേര്. അദ്ദേഹത്തിന്റെ ചാനൽ എന്തായാലും ഇതിന് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ജിഷൻ വന്നിട്ട് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരെയാണ് കുറ്റം പറയുന്നത്. ഇവനിപ്പോൾ സ്ഥിരമാണ്, ഞാൻ അറിഞ്ഞത് സ്ഥിരമാണ്, ഇവന് സ്ഥിരം ഇതേ പരിപാടിയൊക്കെ തന്നെയാണെന്നുള്ള രീതിയിലാണ്. എടാ, ഈ ഒരു കാര്യം പറ്റേ, നമ്മുടെ ആരെങ്കിലും വീട്ടിൽ ഒരാളെ വണ്ടി കൊണ്ട് ഇടിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവൻ അതുപോലെ കിടന്ന് അലമ്പുണ്ടാക്കിയാണ് അവർ പിടിച്ച് കെട്ടിയിട്ടിട്ട് പോലീസിനെ ഏൽപ്പിക്കാൻ നോക്കിയത്. ഇപ്പം മധുവിനെ വെച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ജിഷൻ വന്ന് സംസാരിക്കുന്ന ജിഷന്റെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇവന് ചെയ്തെങ്കിൽ ജിഷൻ എന്ത് ചെയ്യും? ബീബിയിലൊക്കെ ഇവൻ്റെയൊക്കെ തനിക്കോണം നമ്മൾ കണ്ട ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്നൊക്കെ അതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് സംസാരിച്ച് കൂട്ടിയെന്നൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ജിഷൻ സംസാരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട? അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ അവിടെ കിടന്നവൻ അതുപോലെ തോന്നിയ ദിവസം കാട്ടി കൂട്ടിയിട്ട് ഒരാളെ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് അവന്റെ കുറെ വായ്ത്താളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ടിരുന്ന ആൾക്കാർ കുറെ കാര്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതുപോലത്തെ രീതിയിലാണ് മദ്യപിച്ചിട്ട് വന്നിട്ട് കാട്ടി കൂട്ടിയത്. അവസാനം അവർ കൈയും കാലും കെട്ടിയിട്ടിട്ട് ഈ പറയുന്ന പോലെ പോലീസിനെ ഏൽപ്പിക്കാനാണ് നോക്കി. അപ്പോൾ അതുപോലെ സീൻ. പിന്നെ ഈ കുത്തിന് പിടിക്കുന്നത്, ചവിട്ടുന്നത്, തൊഴിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കുകയാണെങ്കിൽ നാർത്തരമാണ്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ പിടിച്ച് കെട്ടി തന്നെ ഇടണം. പക്ഷെ അതിനിടയ്ക്ക് കയറി ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ പോവുകയാണെങ്കിൽ നാണക്കേടായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ. അത് വേറെ കാര്യങ്ങൾ. എൻ്റെ പൊന്നു ജിഷനെ. പിന്നെ ഇപ്പോൾ ജിഷൻ്റെ വീട്ടിലൊരു വ്യക്തിയെയാണ് ഇവൻ കൊണ്ടിടിച്ചെങ്കിൽ ജിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ജിഷൻ്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ വലിച്ച് കയറി എറിയാനേ തോന്നത്തുള്ളൂ. ഞാൻ എന്തായാലും ബിബിക്ക് ജിഷൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ എന്താണ് എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഈ നല്ല പിള്ള ചമയുന്നത് അല്ലെങ്കിൽ നല്ല മോൻ ചമയുന്നതോടെ എന്തായാലും എനിക്ക് ഒട്ടും യോജിപ്പൊന്നുമില്ല. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ ബാക്കി കൂടെ കേൾക്കാം. പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചു. പക്ഷേ മെനഞ്ഞാന്ന് ഇവനെ കണ്ട ഒരാളുണ്ട്, ഞാൻ പറയില്ല, യൂഷ്വൽ സൈക്കോ. അടിച്ച് ഗിണ്ടിയായിട്ട് തന്നെയായിരുന്നു അവൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ മദ്യപാനം, ഇവന്റെ സിഗരറ്റ് വലിയ ഇവൻ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ വീട്ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഭേദമാണെന്നുള്ള രീതിയിൽ ഇവന്റെ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിതൊന്നും സംസാരിക്കാനോ ഇനി ഇതിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് അലക്കാനോ ഒന്നും നേരമൊന്നുമില്ല. പിന്നെ ജിഷൻ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു മറുപടി അറിയണമെന്ന് തോന്നി, അത്രമാത്രം. ഇതൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നടു റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണമാണ്, നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. കഴിഞ്ഞോ? പ്രസംഗമൊക്കെ കഴിഞ്ഞോ?
ഓക്കെ, നമുക്ക് 2021 പോവാം. നമ്മുടെ അന്ന പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അന്ന ഇവനെ ഒരു ഹോട്ടലിൽ വെച്ച്, ആ ഹോട്ടലിൽ വെച്ചെന്ന് പറയുമ്പം പണ്ട് 2 പെൺകുട്ടികൾ കാറാപകടത്തിൽ മരിച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതും പാർട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ആ പാർട്ടിയിൽ ഇവനും പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ലഹരി അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഇവനെ പോലുള്ളവന്മാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങൾക്കും വീട്ടമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതേ അവസ്ഥയിലോട്ട് തന്നെയാണ് നിങ്ങളുടെ അനിയന്മാരോ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാലം അതുപോലെ. ഇത് 2025 ഇവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, പണ്ട് ഈ അക്സ് വെച്ച് നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അതുപോലെയാണ് ഈ പറഞ്ഞ കഞ്ചാവും അതും ഇതും മറ്റേതും മരുന്നുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവനും ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു രീതിയിലാണ് അന്ന പറയാതെ പറയുന്നത്. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും. നീ ഓർക്കുന്നുണ്ടോ 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാർ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണം ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. അന്ന ചേച്ചി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജിഷൻ തന്നെ ബിബിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ലൈഫ് സ്റ്റോറിലാണെന്ന് തോന്നുന്നത്. ഈ പറഞ്ഞ നിങ്ങൾക്കും ചില കാര്യത്തിലൊക്കെ അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതി. ഞാൻ ഇപ്പോൾ എന്താ ഇവിടെ സംസാരിക്കുന്നില്ല, അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നില്ല. ആ അഡിക്ഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ആ ബിബി വന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കഥ ബെസ്റ്റ് കഥയാണെന്ന് അറിഞ്ഞിട്ടും അവിടെ എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ തനിക്കാന്ന് തോന്നുന്നു ബെസ്റ്റ് കഥ പറഞ്ഞെന്നുള്ള ഒരു അവാർഡെന്നല്ല പറയണ്ടേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഒരു വീക്കിൽ അടുത്ത വീക്കിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന തൊട്ട് നോമിനേഷനിൽ പോകേണ്ട അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറിയിൽ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ അടിമപ്പെട്ടു പോയി എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ പിന്നെ ഇപ്പോൾ ചേഞ്ച് ആയെന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ജിഷനെ, നിങ്ങൾ മാറി. ഇനി എത്ര പിള്ളേർ മാറാൻ കിടക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇവനെ അല്ല പറയണ്ടേ, ഇവന് മേളിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവന്മാരെ പിടിക്കണം, അവന്മാരെ പിടിച്ചേ പറ്റൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ കളികളൊന്നുമല്ല. നാളെ നിങ്ങളുടെ മക്കൾ, എൻ്റെ മക്കൾ, ഇതൊക്കെ സമൂഹത്തിൽ വളർന്നു വരേണ്ടതാണ്. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ, നമ്മളൊക്കെ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ ഇതുപോലുള്ള മാഫിയകൾ ഇല്ലാണ്ടാവണം. പറയുന്ന മനസ്സിലായോ? അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊണയടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഒട്ടും എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് കൂടെ നിൽക്കാൻ പോലും ഒരിതില്ല ജിസനെ. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. നിങ്ങളുള്ള വിലയും കൂടെ നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്. ബിബി ഇച്ചിരി വിലയോടെ നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കളഞ്ഞു കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ വീഡിയോയുടെ അന്നയുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ്. എൻ്റെ ഒരു സംശയം, ന്യൂസ് നമ്പർ ഇത് 18 ഹോട്ടലായിട്ടുള്ള എന്ത് ബന്ധം, അവിടെ എന്താണ് പോയതെന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നു. എന്നെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് ഉണ്ടെന്നും പറഞ്ഞ് ലേഡി ബോസ് കൊണ്ടുപോയതാണെന്നും പറഞ്ഞിട്ട് അവർ തിരിച്ചൊരു മറുപടിയും കൊടുത്തു. ഏതൊരു ലേഡി ബോസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് അവിടെ ബന്ധം, ഹോട്ടലിൽ പോകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുകയും ചെയ്തത്. ഓക്കെ, അവിടെ 2 പെൺകുട്ടികൾ മരിച്ചു. അത് ഞാൻ വെച്ചുതരാം ആ ഒരു വീഡിയോ. അതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ. കൊച്ചി വൈറ്റിലയിലുണ്ടായ വാഹനാപകടത്തിൽ മുൻ മിസ് കേരളയും മുൻ മിസ് കേരള റണ്ണറപ്പും മരിച്ചു. മിസ് കേരളയായിരുന്ന ആൻസി കബീർ, റണ്ണറപ്പായിരുന്ന അഞ്ജന ഷാജൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. 2019 മിസ് കേരള മത്സരത്തിലെ വിജയി ആൻസി കബീർ, 2019 മിസ് കേരള റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവരാണ് വൈറ്റിലയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. 25-കാരിയായ ആൻസി തിരുവനന്തപുരം ആലംകോട് സ്വദേശിയാണ്. 26-കാരിയായ അഞ്ജന തൃശൂർ സ്വദേശിയും. എറണാകുളം ബൈപ്പാസ് റോഡിൽ ചക്കരപ്പറമ്പ് സമീപത്ത് വെച്ച് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്കുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ പെട്ടെന്ന് കാർ വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചിരുന്നു. 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ജിഷനെ പറ, ഇനി ഇവരുടെ ആൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്നത്തെ അവർ പോയ ആ പ്രോഗ്രാമിൽ ഇവരും ഉണ്ടായിരുന്നു. അപ്പം അന്ന എന്ന് പറഞ്ഞ കാര്യത്തിൽ ശരിയല്ലേ? എന്നെ ഇന്ന് രാവിലെ പറഞ്ഞ വീഡിയോയിൽ ശരിയല്ലേ? അവരെ അന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനും അന്നയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥ എൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ചേച്ചി പുറത്ത് വിടരുത്. അവരത് പാലിക്കുകയും ചെയ്തു. പക്ഷേ അവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നാവാമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്നലെ അവനത് പാലിച്ചില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ.
അവരിപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ പുറത്ത് വിടുന്നത്. അപ്പോൾ ഓരോരുത്തന്മാരിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ തുറന്ന് കാട്ടേണ്ടടുത്ത് കാട്ടണം. ആ സമയത്തൊക്കെ അവനെപ്പോലുള്ളവന്മാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ പൊന്നി ജിഷനെ ഒരു പട്ടി പോലും നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി ജനങ്ങൾ പറയട്ടെ. വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ലവ് യു.